ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, രുക്കുൻ്റെ ബർത്ത്ഡേ വ്ളോഗ്. അപ്പോൾ രുക്കുൻ്റെ ബർത്ത്ഡേക്ക് എന്ത് വേണം? കേക്ക് വേണം അല്ലേ? അതിനായിട്ട് ഞങ്ങൾ കടയിലേക്ക് ഇറങ്ങി. ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു കേക്ക് ഹട്ടുണ്ട്. അവിടെ ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്തിട്ട് ബില്ലും പേ ചെയ്തിട്ട് ഇറങ്ങി. തൊട്ടപ്പുറത്തായതുകൊണ്ട് വലിയ താമസമൊന്നും ഉണ്ടായില്ല. ഓർഡർ ചെയ്താൽ അവർ വീട്ടിൽ കേക്ക് കൊണ്ടു തരികയും ചെയ്യും. കേക്കും ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. എങ്ങോട്ടാണെന്നല്ലേ? മറൈൻ ഡ്രൈവ് ബ്രോഡ്വേയിലേക്ക് ടുക്കുനൊരു സർപ്രൈസ് കൊടുക്കാൻ. ഒരുപക്ഷെ നിങ്ങൾ ആ സർപ്രൈസ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതിനായിട്ടാണ് ഞങ്ങളുടെ യാത്ര. നിങ്ങൾ രുക്കുനെ തിരക്കുന്നുണ്ടായിരിക്കും. ഞങ്ങൾ രുക്കുനെ കൂട്ടിയില്ല. വെയിലൊക്കെ അല്ലേ, ഇത്രയും ദൂരം കുഞ്ഞിനെ കൊണ്ട് വേണ്ടല്ലോ പോകുന്നു. വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നത് കൊണ്ട് രുക്കുനെ അമ്മ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങളുടെ യാത്ര. മറൈൻ ഡ്രൈവ് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും കിട്ടും. A to Z സാധനങ്ങൾ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അപ്പോൾ രുക്കുവിൻ്റെ സർപ്രൈസ് അവിടെ തന്നെ വാങ്ങാം എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. കൂട്ടത്തിൽ അലങ്കരിക്കാനുള്ള ബലൂണുകളും മറ്റും അവിടെ തന്നെ കിട്ടുമല്ലോ. എന്തെങ്കിലും സാധനങ്ങൾ മിസ്സാവുകയാണെങ്കിൽ അവിടെ നിന്ന് മേടിക്കുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. എറണാകുളത്തപ്പനെയും കണ്ട് തൊഴുത്, എറണാകുളത്തപ്പൻ ഗ്രൗണ്ടും കണ്ട്, ഫേമസ് ആയിട്ടുള്ള മഹാരാജാസ് കോളേജും കണ്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നു. എന്ത് രസമാണ് ഇതൊക്കെ കണ്ടിരിക്കാൻ. അങ്ങനെ ഞങ്ങൾ മറൈൻ ഡ്രൈവ് ബ്രോഡ്വേയിലെത്തി. ഞങ്ങളിങ്ങനെ കടകളൊക്കെ തപ്പി നടക്കുകയാണ്. വിനിച്ചേട്ടൻ നേരത്തെ രുക്കുൻ്റെ ബർത്ത്ഡേക്ക് ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കട ഏതാണ് എന്നുള്ള കൺഫ്യൂഷനായിപ്പോയി. അങ്ങനെ കടകളെല്ലാം തപ്പി നടന്ന കൂട്ടത്തിൽ കുറേ ലൈറ്റ് കണ്ട്. എനിക്ക് ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിളിച്ചുകൊണ്ട് പറഞ്ഞു, വിനിച്ചേട്ടാ ഒരു ഫോട്ടോ എടുത്തേ. അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എനിക്ക് എടുത്തു തന്നു. എന്നിട്ട് ഞങ്ങൾ കടകളിൽ നിന്ന് അന്വേഷിക്കുകയാണ്. ഒരു കട കണ്ട് നമുക്ക് കൺഫ്യൂഷനല്ലേ, എവിടാ പോയെന്നൊരു കൺഫ്യൂഷൻ വരും. അങ്ങനെ ഞങ്ങൾ കട കണ്ടുപിടിച്ചു. അങ്ങനെ ആ കടയിൽ കയറി ബലൂണുകളും കട്ട് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും കിരീടം എല്ലാം മേടിച്ച് നേരെ രുക്കുന് സർപ്രൈസ് കടയിലേക്ക് എത്തി. നിങ്ങൾ സർപ്രൈസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു സൈക്കിളായിരുന്നല്ലോ രുക്കുന് സർപ്രൈസ് കൊടുത്തേ. അപ്പോൾ ഞങ്ങളത് അഴിച്ചായിരുന്നു സൈക്കിൾ ഇരുന്നിരുന്നത്. അതൊന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞായിരുന്നു. അങ്ങനെ ഫിറ്റ് ചെയ്ത സൈക്കിൾ മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഒരു വെള്ളമൊക്കെ കുടിച്ചു. അത് പക്ഷേ എടുക്കാൻ കഴിഞ്ഞില്ല, ഭയങ്കര ദാഹം. എന്നാൽ വെയിലല്ലേ. അങ്ങനെ അതും മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് വ്ളോഗൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വ്ളോഗൊന്നും നടന്നില്ല. പിറ്റേന്ന് രാവിലെയാണ് കേക്ക് കട്ടിങ് ഒക്കെ നടന്നത്. നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വിനിച്ചേട്ടൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യാൻ. കുറച്ച് ആളുകൾ മാത്രം ഒരുങ്ങുന്ന കുഞ്ഞാഘോഷം. കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ നമ്മളൊരിക്കലും മിസ്സാക്കരുതല്ലോ. അവരുടെ ഓർമ്മയിൽ എപ്പോഴും ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരിക്കണമല്ലോ അവരുടെ ബർത്ത്ഡേ. കൂടെ ഞങ്ങളുടെ ജാനിക്കുട്ടിയുണ്ട്. അവളില്ലാതെ ഞങ്ങൾക്ക് എന്താ ആഘോഷമല്ലേ. അങ്ങനെ മക്കളുമാരെന്താ കേക്ക് ഇങ്ങനെ കൈയിട്ട് വാരി കഴിക്കാനായിട്ട് നോക്കിയിരിക്കും അവർ രണ്ടുപേരും. രുക്കു അച്ഛൻ്റെ കയ്യിലായതുകൊണ്ട് അവൾക്ക് താഴെ ഇറങ്ങാൻ പറ്റുന്നില്ല. ജാനുട്ടനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈയിട്ട് കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവളോട് പറയുന്നുണ്ട്, മോനെ മാമി പിന്നെ എടുത്ത് തരാൻ കേട്ടോ, കേക്ക് കട്ടിങ് കഴിയട്ടെ എന്ന് പറയുന്നുണ്ട്. അവളത് നോക്കി കൊതിവിട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ മക്കളുമാർക്കെല്ലാം കേക്ക് കൊടുത്ത് പിന്നെ അച്ഛനും അമ്മമാരും വിനിച്ചേട്ടൻ്റെ ഫ്രണ്ട്സും എല്ലാവരും അവൾക്കിങ്ങനെ കേക്ക് കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് അവർ രണ്ടുപേരെ ഹാപ്പിയാക്കി. മക്കളുമാരുടെ ആഘോഷങ്ങളെല്ലാം നമുക്കൊരു സ്പെഷ്യൽ മൊമെൻ്റ് ആണല്ലോ അല്ലേ. ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു വെക്കുമ്പോൾ ആ മക്കൾ എത്ര വളർന്നാലും എത്ര വയസ്സായാലും അവർ ഓർമ്മയിൽ ഇതെന്നും സൂക്ഷിക്കാൻ കഴിയും അല്ലേ. ഇതൊക്കെയല്ലേ നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന അല്ലേ. നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ അല്ലേ. വലിയ ആഘോഷങ്ങളല്ലെങ്കിൽ പോലും ചെറിയ ആഘോഷമായാലും നമ്മുടെ മനസ്സിലതെന്ന് നിലനിൽക്കുന്നതല്ലേ. അങ്ങനെ അച്ഛനും കേക്ക് കൊടുത്ത് അമ്മമാരും കേക്ക് കൊടുത്ത് വിനിച്ചേട്ടൻ്റെ ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ചേട്ടനും ഒക്കെ കേക്ക് കൊടുത്തിട്ട് പിന്നെ ഗിഫ്റ്റ് പരിപാടിയിലേക്കായിരുന്നു കടന്നത്. അങ്ങനെ കേക്കെല്ലാം വളരെ സന്തോഷത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കഴിച്ചു. കൂട്ടത്തിൽ മക്കൾ കേക്കിലൊക്കെ തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചൂട് കാരണം കേക്ക് അലിഞ്ഞു പോകുന്നതുകൊണ്ട് ഇച്ചിരി കട്ടിയാകാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. ചൂടല്ലേ, ഭയങ്കര ചൂട്. കേക്കൊക്കെ അലിഞ്ഞു തുടങ്ങാറായി. വേഗം കേക്ക് കട്ട് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് ഒന്ന് ഫ്രീസറിൽ കൊണ്ട് വെക്കാൻ, അല്ലെങ്കിൽ മൊത്തം അവിടെ ഇപ്പോൾ ഒലിച്ചിറങ്ങും.
അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞപ്പം സമ്മാനം വാങ്ങിക്കാനായിട്ട് രുക്കുവിന് നിൽക്കുക. ആറ് സമ്മാനമായത് രുക്കുവിൻ്റെ അപ്പയുടെ സമ്മാനം. രുക്കുവിൻ്റെ അപ്പയെന്ന് പറയുമ്പം ജാനിക്കുട്ടിയുടെ അമ്മയുടെ സമ്മാനം. ഗൾഫിൽ നിന്ന് ചേച്ചി ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഓർഡർ ചെയ്ത് അമ്മയും അച്ഛനും കൂടെ അസുരക്ഷിതമായി ട്രെയിനിലേക്ക് എത്തിച്ചു. ഇങ്ങനെ ഗിഫ്റ്റ് ഹാമ്പറൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇങ്ങനെ പുറമെ ഫോണിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതിനുള്ളിൽ എന്തൊക്കെയാണ് എന്നുള്ള ക്യൂരിയോസിറ്റി നമുക്കുണ്ടാവില്ലേ. അത് ഞങ്ങൾ ഗിഫ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. ഇപ്പം ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു രുക്കുവിൻ്റെ. പിന്നെ അവൾക്ക് പറ്റുന്ന ക്ലിപ്പുകളും ബോയും സ്ലൈഡുകളും പിന്നെ രണ്ടുപേർക്കും ഇഷ്ടമുള്ള കുറേ ചോക്ലേറ്റും ഉണ്ടായിരുന്നു. മക്കളുമാർ ഇതൊന്നും അല്ല നോക്കുന്നത്, ചോക്ലേറ്റ് മാത്രമാണ്. അവർക്കിതൊന്നും വേണ്ട, ചോക്ലേറ്റ് പാവ. അതിലൊക്കെ കണ്ണു വെച്ചാണ് അവർ നിൽക്കുന്നത്. ഞങ്ങൾ ചുമ്മാ ഗിഫ്റ്റൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ അടുത്തത് എന്താ, ഒരു സർപ്രൈസ്. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ സർപ്രൈസ് ഗിഫ്റ്റ്. അത് അമ്മൂമ്മയുടെ വകയായിരുന്നു, ജ്യോതി അമ്മൂമ്മയുടെ വകയായിരുന്നു രുക്കുവിന് സർപ്രൈസ് ഗിഫ്റ്റ്. രുക്കുവിൻ്റെ സൈക്കിള് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതിനായിട്ട് അവിടെ അച്ഛനും അമ്മൂമ്മയും കൂടി കൈപിടിച്ച് സ്റ്റെപ്പുകളൊക്കെ ഇറക്കി കൊണ്ടുപോവാണ്. രുക്കു ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്താ സംഭവം, എന്താണ് അച്ഛാ, എങ്ങോട്ടാ പോകുന്നേ, ടി വി കാണാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വെളിയിലിറങ്ങിയപ്പോൾ എന്തോ ഒരു സാധനം മൂടി വെച്ചേക്കുന്നത്. രുക്കു ആദ്യം ഒന്ന് വരണ്ടു, അങ്ങോട്ട് പോകാനൊന്നും മടിച്ചു കേട്ടോ. പിന്നെ പതുക്കെ അമ്മൂമ്മയും അച്ഛനും കൂടെ മക്കൾ വാ ഒരു കാര്യം കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് വെളിയിലോട്ട് ഇറക്കി. ഞാനാണ് ജാനുട്ടനെയും അച്ഛനും അമ്മയും നോക്കി നിൽക്കുക. അങ്ങനെ രുക്കുവും അമ്മുമ്മയും അച്ഛനും കൂടി ആ ഗിഫ്റ്റ് ഒന്ന് തുറന്നു. തുണി ഇങ്ങനെ മാറ്റിയപ്പോൾ എന്താ സംഭവം, സൈക്കിള്. രുക്കുവിന് ഭയങ്കര സന്തോഷമായി. അവിടെ തുള്ളിച്ചാട്ടം കാണാം ഇപ്പം. മക്കൾ രണ്ടുപേർക്കും ഹാപ്പിയായി. അവർ സൈക്കിൾ എന്നൊക്കെ ടി വിയിലൊക്കെ ഇങ്ങനെ ഓരോന്ന് കാണുമ്പം അച്ഛൻ സൈക്കിൾ വേണം, സൈക്കിളുണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ അമ്മൂമ്മ ഒരു സർപ്രൈസായിട്ട് അവർക്ക് ഒരു സൈക്കിൾ മേടിച്ചു കൊടുത്തു. മാമൻ്റെ വക ഗിഫ്റ്റും ഉണ്ടായിരുന്നു. മാമൻ്റെ വക ഗിഫ്റ്റാണ് ആദ്യം കിട്ടിയത്. അങ്ങനെ അമ്മുമ്മ സർപ്രൈസ് സൈക്കിള് കൊടുത്തു. പിന്നെ എല്ലാവർക്കും ഒരു ഉമ്മ വീതം. കൂട്ടത്തിൽ ഞാനും ഒരു ഉമ്മ മേടിച്ചു. അവൾ പോകാൻ തിരിഞ്ഞതാ, ഞാൻ പിടിച്ച് മേടിച്ചതാ ഒരു ഉമ്മ. അപ്പോൾ രുക്കുന് സൈക്കിളിൽ കയറണം. സൈക്കിളിൽ കയറിയാലല്ലേ അവൾക്ക് ഹാപ്പി ആവത്തുള്ളൂ. പക്ഷെ ചവിട്ടാറൊന്നും ആയില്ല, കാലെത്തും. പക്ഷെ ആൾക്ക് പേടിയാണ്. ചവിട്ടി നമ്മളിനി അവിടെ ഒക്കെ പഠിപ്പിക്കാം, അത് ശരിയാവും. ഇങ്ങനത്തെ സൈക്കിളൊന്നും അവൾ ഇതാദ്യമായിട്ട് ഇത്ര സൈക്കിളിൽ കയറുന്നത്. കുഞ്ഞു സൈക്കിളുണ്ടായിരുന്നു, കുഞ്ഞു വാവയ സമയത്തുള്ള സൈക്കിള്. അതിങ്ങനെ അവൾ ചവിട്ടുമായിരുന്നു. അപ്പോൾ ഇതിലിനി പഠിക്കണം. സൈഡിൽ രണ്ടും ടയർ പോലുള്ളത് കൊണ്ട് വീഴത്തില്ലല്ലോ. എന്നാലും അവൾക്കൊരു പേടിയുണ്ട്. ഇങ്ങനെ തട്ടി പോകുമ്പം അവൾക്കൊരു പേടിയാണ്. അവിടെ അച്ഛനിങ്ങനെ പതുക്കെ അവളെ ഇങ്ങനെ ചുമ്മാ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇങ്ങനെ ഉണ്ടിച്ച് കാണിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൾ ഹാപ്പിയായി. പിന്നെ പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് ജാനുട്ടി ചേച്ചിയോടെ കയറ്റിയാലോ അങ്ങനെ പറഞ്ഞപ്പോൾ അവളെ ഇറക്കിയിട്ട് വിനിച്ചേട്ടൻ പിന്നെ ജാനുട്ടനെ സൈക്കിളിൽ കയറ്റി. ഒരാടെ മാത്രം സൈക്കിളല്ലല്ലോ, രണ്ടുപേരെ സൈക്കിളാണ്. ജാനുട്ടൻ ഞങ്ങളുടെ അടുത്ത് വരുമ്പം അവൾക്ക് ഓടിക്കാമല്ലോ. അങ്ങനെ അവളെയും കയറ്റി എഴുതിയപ്പം അവളും ഹാപ്പിയായി. അവളെ ഇതുപോലെ വിനിച്ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഒന്ന് ഓടിപ്പിച്ചു. പിന്നെ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പിള്ളേർ ഓടിച്ചോളുമല്ലോ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് പിന്നെ വിശന്ന് തുടങ്ങി. സമയം ഒത്തിരി ആയിരുന്നേ. എന്നാൽ വല്ലതും കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളകത്തേക്ക് കയറി. ഞാനും ജ്യോതിയമ്മയും കൂടെ സദ്യയൊക്കെ വിളമ്പാം എന്ന് വിചാരിച്ച് ഞങ്ങളകത്തോട്ട് കയറുകയാണ്. അപ്പോൾ രുക്കുവിന് സൈക്കിളിന് പുറകിലും കയറണം. അപ്പോൾ കയറ്റി ഇരുത്താൻ പറ്റുന്നില്ല, അവിടെ ബലൂൺ വെച്ചേക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളതവിടെ അവളെ മാറ്റി രണ്ടുപേരെ ഇറക്കിയിട്ട് പിന്നെ രുക്കുവിനെ ചുമ്മാ ഒന്നോടൊന്ന് കയറ്റിയിട്ട് നിർത്താൻ നോക്കും. പിന്നെ വൈകിട്ട് ചവിട്ടാമെന്ന് പറഞ്ഞിട്ട് അവളെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഞങ്ങൾ താഴെ ഇറക്കി. എന്നിട്ട് ഞങ്ങൾ സദ്യ വിളമ്പി വെച്ചു. ആദ്യം കറികളും എല്ലാം. പിറന്നാൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഒരു കുഞ്ഞു സദ്യയായിരുന്നു ഉണ്ടാക്കിയത്. എല്ലാ വിഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുഞ്ഞു സദ്യ ഉണ്ടാക്കി. പിന്നെ ഇന്ന് ബർത്ത്ഡേ ആയപ്പം ഞങ്ങളെല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. അമ്മ ഉണ്ടായിരുന്നല്ലോ എന്നെ സഹായിക്കാൻ. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി. ഈ ഫ്രൈഡ് റൈസ് പോലെ അങ്ങനെയൊന്നും ആക്കിയില്ല, സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു നോണും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. അങ്ങനെ ആദ്യം അച്ഛനും മിനിച്ചേട്ടൻ്റെ ഫ്രണ്ട്സും അവരെല്ലാം കഴിച്ചു. കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്മമാരും മിനിച്ചേട്ടനും മക്കളും ഒക്കെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങിയത്. എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്ന് സദ്യ കഴിച്ച് വയറ് നിറച്ച് കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, എന്നാലല്ലേ നമുക്കും ഇറങ്ങത്തുള്ളൂ. അവരും കഴിച്ച്, അമ്മമാരും കഴിച്ച്, വിനിച്ചേട്ടനും കഴിച്ച്. പിന്നെ പിള്ളേർക്ക് താഴെ ഇലയിട്ട് കൊടുത്തു. ഡൈനിങ് ടേബിൾ ഇരുത്തി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അവരദ്ദേഹം മൊത്തം ആക്കിയിരുന്ന് സ്വസ്ഥമായിട്ട് കഴിക്കാൻ പറ്റത്തില്ല. താഴെ ഇട്ട് കൊടുക്കാമെങ്കിൽ അവർ ഇഷ്ടത്തിന് കഴിച്ചോട്ടെ, ദേഹത്താക്കിയോ എങ്ങനെയല്ല അവിടെ ഉള്ളിച്ചെല്ലും. ഞാൻ പിന്നെ കൂട്ടത്തിൽ ഇരുന്ന് ഇങ്ങനെ സൈഡിൽ പോയതൊക്കെ ഇങ്ങനെ ഇലയിലോട്ട് വെച്ചു.
അങ്ങനെ അവരെ കഴിപ്പിച്ചത്. സദ്യ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊന്നും വ്ളോഗ് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ ആകെ ടയർഡായി ക്ഷീണിച്ചു. എന്തായാലും ഇതൊരു ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ട്